യഥാർത്ഥത്തില് അവിശ്വാസ പ്രമേയവും പ്രതിയുടെ പിടിയും രണ്ടും രണ്ടാണ്. പ്രതിയെ പിടിക്കേണ്ടതാരാ? ഗവൺമെന്റ്. അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാ? ഗവൺമെന്റ്. സാക്ഷാൽ പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ മുനിസിപ്പാലിറ്റീസ് വകുപ്പിന്റെ ഡയറക്ടറാണ് ഇതിന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി. ആ അപ്പോയിന്റിംഗ് അതോറിറ്റിക്കല്ലേ ശിക്ഷ നടപടി എടുക്കാൻ അധികാരം? ഗവൺമെന്റല്ലേ ആ കാര്യത്തിനകത്ത് ശിക്ഷ നടപടി എടുക്കേണ്ടത്? അവര് കുറ്റം കാണിച്ചവരെ പിടിക്കുന്നതേ ഇല്ല, നേരെ ജനപ്രതിനിധികളുടെ പിന്നാലെ പായുകയാണ്. അവരെ പിടിക്കാം, ആളിളക്കുകയാണ്. അങ്ങനെ വലിയ ഉത്സവ പറമ്പിൽ ബഹളം ഉണ്ടാക്കുന്നത് പോലെ ഒരാളിനെ പിടിക്കാൻ ഇവർ ഇറങ്ങിയിരിക്കുകയാണ്. ആരാ നടപടി എടുക്കേണ്ടവരാ? എവിടെ പോയി ഈ പ്രതി? എവിടെ? ഞങ്ങളുടെ ചോദ്യം അതാണ്. ഈ പ്രതി എവിടെ? കേരളത്തിനകത്താണോ? കേരളത്തിന് പുറത്താണോ? ഇന്ത്യക്ക് പുറത്താണോ? എവിടെ പോയി? ഈ പ്രതിയെ വാണ്ടഡ് ക്രിമിനലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ പ്രതിയുടെ വാണ്ടഡ് ക്രിമിനലാണെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കട്ടെ. എന്തോ അവരെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ഒളിപ്പീര് പണിയൊന്നും ഞങ്ങൾക്കുള്ളതല്ല. അവരെ അത് ഒപ്പിക്കാൻ വേണ്ടി അവരുടെ ഒളിപ്പീര് പറയുന്നതാണ്. അതൊന്നും നടക്കില്ല. അതൊക്കെ പഴയ ഏർപ്പാട്. ഈ പുതിയ തലമുറയോട് ആ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എവിടെ പോയി? അപ്പൊ ഒളിപ്പിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നല്ലോ, ഒളിപ്പിച്ചു എന്നുള്ളത് സമ്മതിക്കുന്നല്ലോ. എങ്കിൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഒളിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ ആരാ? ആർക്കാ അതിനുള്ള ശക്തി? ഞങ്ങൾക്കില്ല. ആർക്കാ അതിനുള്ള ശക്തി? പിടിക്കാത്തിടത്തോളം കാലം ഒളിച്ചതാണ്. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒളിപ്പിച്ചതാണ്. എന്നാൽ പിടിക്കാനുള്ള ശക്തി അവർക്കല്ലേ? അവരല്ലേ ചെയ്യേണ്ടത്? അവരത് ചെയ്യുന്നില്ലല്ലോ. അവിടെ സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ അവിടെ കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നതിനും സമരം ചെയ്യുന്നതിനും പകരം ജനപ്രതിനിധികളുടെ പിന്നാലെ ഇവർ നടക്കുകയാണ്, ബഹളം ഉണ്ടാക്കി. ഏത് യുഗത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.